നമസ്കാരം, ശ്രീനി ആലക്കോടാണ്. ഒരു സുപ്രധാനമായ വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ സമയം ലൈവിൽ വരുന്നത്. ആലക്കോട് വൈതൽക്കുണ്ട് വെള്ളച്ചാട്ടത്തിൽ ഒരു യുവാവിന്റെ മൃതദേഹം കമിഴ്ന്നു കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയെന്നുള്ള ആ വാർത്തയാണ് ഇപ്പോൾ ഈ സമയം നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഏകദേശം 2 മണിയോടുകൂടിയാണ് സംഭവം. ഇന്ന് ആ മേഖലയിലെ വിനോദസഞ്ചാരികൾ വളരെ കുറവായിരുന്നു. അപ്പോ അവിടെ എത്തിയ കുറച്ച് യുവാക്കളാണ് ഇത്തരത്തിൽ ഒരു യുവാവിന്റെ മൃതദേഹം വെള്ളത്തിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയതായി നാട്ടുകാരെ അറിയിച്ചത്. അങ്ങനെ നാട്ടുകാരൊക്കെ അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവിടെ മൃതദേഹമുണ്ട്. അവർ ആലക്കോട് പോലീസിൽ വിവരമറിയിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ആലക്കോട് പോലീസ് അവിടെ എത്തിയിട്ടുണ്ട് ഈ സമയത്ത്. അപ്പോൾ അവര് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആരുടേതാണ് മൃതദേഹം എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു വിവരം നമുക്ക് ലഭിച്ചിട്ടില്ല. എങ്കിൽ പോലും അവിടുത്തെ ഒരു പ്രദേശവാസി എന്നോട് നേരത്തെ സംസാരിച്ചിരുന്നു. അദ്ദേഹത്തെ നമുക്ക് ലൈനിൽ കിട്ടുമോ എന്നറിയില്ല. അദ്ദേഹത്തോട് നമുക്ക് സംസാരിച്ചു നോക്കാം. ഒന്ന് വിളിക്കാവോ? അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിക്കുകയാണ്. അദ്ദേഹം ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കണക്ട് ചെയ്താൽ അദ്ദേഹം പറയും എന്താണ് അവിടുന്ന് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം തന്നെ നമ്മളോട് പറയാം. ജയൻ ചേട്ടാ, നമസ്കാരം. ജയൻ ചേട്ടാ, എന്താണ് അവിടെ, എങ്ങനെയായിരുന്നു സംഭവം? നിങ്ങളെങ്ങനെ കണ്ടത്? നമ്മള് കണ്ടത് പറഞ്ഞാൽ നമ്മള് കട തുറന്നിട്ടില്ലായിരുന്നു. ഇപ്പഴ മറ്റേ എത്ര ഫീസ് മേടിക്കുന്നവരില്ല, ആള് കുറവായതുകൊണ്ട് അതുകൊണ്ട് ഇടയ്ക്ക് കടയിലോട്ട് വന്നു കഴിഞ്ഞപ്പം കുറെ പിള്ളേര് വന്നിട്ട് അവര് പറഞ്ഞ ഒരാളവിടെ ഇങ്ങനെ തമിഴ് കിടപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പം അതിലൊരു കൊച്ചിന്റെ പാപ്പനാങ്ങ ഉണ്ട്, ആലക്കോട്ടെ എസ്ഐയോ അങ്ങനെ ഏതോ ഒരു ആലക്കോട്ടയാണോ എവിടുന്നാന്ന് അറിയത്തില്ല. അപ്പൊ ഞങ്ങള് കടയിലോട്ട് വന്നപ്പോഴത്തേനും പോലീസും വന്നു. ഇപ്പം ഇവിടെ ചങ്ങാതി ഇവിടെ കിടപ്പുണ്ട്. വെള്ളത്തിലാണോ ചേട്ടാ കിടക്കുന്നത്? ആംബുലൻസ് വന്നിട്ടുണ്ട് കൊണ്ടുപോകാൻ വേണ്ടി. അത് വെള്ളത്തിലാണോ, കമിഴ്ന്ന് കിടക്കുന്ന നിലയിലാണോ? ഇപ്പം വലിയ മരുന്നാ കിടക്കുന്നത്. അപ്പൊ നിങ്ങൾ പിന്നെ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു? നിങ്ങൾ കണ്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഇദ്ദേഹത്തെ? അയ്യോ, എല്ലാ ഞായറാഴ്ചയും വരും. ഒരു 10 കുറവുള്ള ഒരു പുള്ളിയാണോന്ന് എനിക്കൊരു സംശയമില്ല. ഞങ്ങള് പറയും ചെയ്തു, നീ കഞ്ചാവിക്കാനാണോ വരുന്നത്? ആദ്യം വരുമ്പോ ഒരു പാവത്താന്റെ കൂട്ടൊക്കെ വന്ന് പറഞ്ഞ് എനിക്ക് മന്നയ്ക്ക് ഒരു ഫാൻസി കടയുണ്ട്. അപ്പം ഇപ്പഴേ എൻട്രി ഫീസ് മേടിക്കുന്നത് ഞാൻ ഹോട്ടലിൽ നിൽക്കുവാന്ന് പറഞ്ഞു. എല്ലാ ഞായറാഴ്ച ഒരു 10 ഞായറാഴ്ചയെങ്കിലും അടുപ്പിച്ച് വന്നു. ഇട ദിവസം വന്ന് നിന്നാ. ഓ, അപ്പൊ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണിത്? അതെ അതെ അതെ. അപ്പൊ ഇന്ന് അദ്ദേഹം ബൈക്ക് കൊണ്ടാണോ വന്നത്? എങ്ങനെയാണ് വന്നത്? ബൈക്കുണ്ടോ അവിടെ? ബൈക്കുണ്ടല്ലേ? ബൈക്കുണ്ട്. ഇപ്പൊ മൃതദേഹം അവിടുന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആംബുലൻസ് വന്നിട്ടുണ്ട്. ആംബുലൻസ് അവിടെ വന്ന് താഴെ വന്നിട്ടുണ്ട്. ശ്രദ്ധമൊക്കെ എടുത്തു വന്നിട്ട് കൊണ്ടുപോയിരിക്കും. ഓക്കെ, താങ്ക് യു ജയൻ ചേട്ടാ. അപ്പൊ ഇതാണ് അവിടെ നടന്നത്. അവിടുത്തെ പ്രദേശവാസിയായ ജയൻ ചേട്ടനാണ് നമ്മളോട് ഇപ്പൊ കാര്യങ്ങൾ സംസാരിച്ചത്. എന്തായാലും ആംബുലൻസ് അവിടെ താഴെ എത്തിയിട്ടുണ്ട്. മൃതദേഹം അധികം താമസിയാതെ തന്നെ ആംബുലൻസ് കയറ്റി പരിയാരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ വൈതൽക്കുണ്ട് വെള്ളച്ചാട്ടത്തിൽ വരുന്ന വിനോദസഞ്ചാരികൾ ഒരുപാടുണ്ട്. ഇത് ഒരുപാട് ആളുകൾ ഈ വിനോദസഞ്ചാര മേഖലയിൽ വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കിയ ഒരു സ്ഥലമാണ് കാപ്പിമല വൈതൽക്കുണ്ട് വെള്ളച്ചാട്ടം. അതുകൊണ്ട് തന്നെ പല ഇടങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ ഈ മേഖലയിലേക്ക് വരുന്നുണ്ട്. എന്നോടൊപ്പം നമ്മുടെ ഈ പ്രദേശവാസിയായ അനീഷ് ഒപ്പം ചേരുന്നുണ്ട്. അനീഷെ, പിന്നെ ഇത് ഒരുപാട് ആളുകൾ വരാറില്ലേ? ഒരുപാട് ആളുകൾ വരാറുണ്ട്. ഇപ്പം കുറച്ച് കുറവാണ്. എന്നാലും ഞായറാഴ്ച ശനിയാഴ്ച ദിവസങ്ങളിൽ ഫുള്ളാണ് ആളുകൾ ഒരുപാട് വരുന്ന ഒരു സ്ഥലമാണ് വൈതൽക്കുണ്ട് അല്ലെ? നിങ്ങൾ കാണുന്ന നമ്മുടെ വീടിനാണല്ലോ. എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ ചെല്ലുമ്പോൾ? അവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അത് ആഴമേറിയ ഒരു കുഴിയാണ്. അവിടെ വളരെ ശ്രദ്ധിക്കണം. ഒരുപാട് ഒരു 15 കോലോളം നീളത്തിൽ ഒരു ഓടക്കം പറക്കിയിട്ട് അടിമുട്ടിട്ടില്ല. അത് വെള്ളം ചാടിയിട്ട് വലിയ കുഴിയായിട്ടുണ്ട്. അങ്ങോട്ട് വളരെ ശ്രദ്ധിക്കണം. ആളുണ്ട്. അപ്പൊ അതിന് പെട്ടുപോയതാണ്. അപ്പൊ അത് മാത്രമേ ശ്രദ്ധിക്കേണ്ടൂ അവിടെ. അപ്പോൾ വിനോദസഞ്ചാരികൾ ഇവിടെ വരുന്ന ആളുകൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ അനീഷ് പറഞ്ഞ പോലെ തന്നെ വലിയ കുഴിയുണ്ട്. അപകടകരമായ കുഴിയാണത്. എല്ലാവർക്കും തിരിച്ചറിയണമെന്നില്ല. അങ്ങനെ ആ കുഴിയിലേക്ക് വെള്ളം വീണ്ടും വരെ കുഴി ഇങ്ങനെ വലിപ്പം ഓരോ ദിവസം കൂടുതലും കുഴിയുടെ വലിപ്പം ആഴം കൂടിക്കൊണ്ടിരിക്കും. അതെ, അപ്പൊ ശ്രദ്ധിക്കുക, വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. വിനോദസഞ്ചാര മേഖലയിൽ പോകുന്നതൊന്നും കുഴപ്പമില്ല, വെള്ളച്ചാട്ടം കാണുന്നതിനും കുഴപ്പമില്ല, വെള്ളച്ചാട്ടത്തിൽ കുളിക്കുന്നതിനും കുഴപ്പമില്ല. പക്ഷേ അതിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചു വേണം നമ്മൾ ആ വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഞാൻ കൂടുതൽ കാട് കയറുന്നില്ല. അപ്പോ കണ്ണൂർ ആലക്കോട് കാപ്പിമല വൈതൽക്കുണ്ട് വെള്ളച്ചാട്ടത്തിൽ ഒരു യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ വാർത്തയാണ് ഈ സമയം ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത്. എന്തായാലും കൂടുതൽ വിവരങ്ങളുമായി പിന്നീട് ഞാൻ വരാം. എല്ലാവർക്കും നന്മ വരട്ടെ. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.